ഞാൻ കുറച്ചുകൂടെ വീഡിയോ ഇടാന്ന് വെച്ചാൽ എനിക്ക് സ്കൂളിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇന്നലെ സ്കൂൾ അടച്ചു ഗൈസ്. ഇന്നലെ പരിപാടിയായിരുന്നു. അപ്പം ഇന്നത്തെ ഞാൻ ഇന്ന് ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം, വെക്കേഷൻ ഉണ്ട് ഗൈസ്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീനച്ചാറാണ്, ചൂരച്ചാറ്. അപ്പം നമുക്ക് നേരെ വീഡിയോ ഇട്ടു ഗൈസ്. നമുക്ക് ഉണ്ടാക്കുന്നതിന് ഫസ്റ്റ് വേണ്ടുള്ളത് വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വിനാഗിരി, പിന്നെ നമ്മുടെ മീനും, പിന്നെ കറിവേപ്പിലി. ഗൈസ് നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇടണം ഗൈസ്. കുരുമുളക് പൊടി ഇടണം. മസാലപ്പൊടിയാണ് പൊടിയാണ് ഇത്രയും സ്പൂൺ നിങ്ങൾ ഇട്ടാൽ ഇത് ഇടുന്നത് പോലെ. ഇടേണ്ടുള്ള വെളുത്തുള്ളി ഇഞ്ചിയും അരച്ചതാണ്. ഇത്രയും കറിവേപ്പിലയാണ് ഇടേണ്ടത്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. വിനാഗിരി എടുക്കുക. നമ്മൾ അത്രയും അങ്ങോട്ട് ഇതേ രീതിയിലാകുമ്പോൾ അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം ഗൈസ്. നമ്മളിനി എണ്ണ ഇരിക്കാൻ പോവുകയാണ്. സൂപ്പർ ആയിട്ട് വരുന്നുണ്ട്, സൂപ്പർ. ഞാൻ പിന്നെ കുറച്ച് ദിവസം വീഡിയോ ഇടാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് തിരക്കായിരുന്നു. സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ സ്കൂളൊക്കെ അടച്ചു കഴിഞ്ഞു ഗൈസ്. ഇനി നമുക്ക് ഫുൾ ദിവസം വീഡിയോ ഇടണം. പറ്റുന്ന ദിവസം ഞാൻ വീഡിയോ ഇടും ഗൈസ്, ഡെയിലി വ്ളോഗ്സ് എന്ന് പറഞ്ഞു. അപ്പം നമ്മളിനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മീനെല്ലാം ഇതിനകത്തോട്ട് ഇടുക, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഗൈസ്. നല്ല ഇതൊക്കെ വരുന്നുണ്ട്. നല്ല മണമൊക്കെ വരും ഗൈസ്. അതൊക്കെ സൂപ്പർ ആയിരുന്നു. അപ്പൊ തിരിച്ചിടാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. ലെറ്റ് സ്റ്റാർട്ട് അവർ ടൈം. ഇത് നല്ലോണം മൈനൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതാ അടുത്ത പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതാണ് നമ്മുടെ അടുത്ത പ്ലേറ്റ്. അടുത്ത മാറ്റാം ഗൈസ്, കണ്ടില്ലേ? ലെറ്റ് സ്റ്റാർട്ട് അവർ അച്ചാറിടൽ. നമ്മൾ നേരെ പൊരിച്ച അതേ ഒരു പാൻ എടുക്കുക, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക ഗൈസ്. വരുന്ന സുഖം. ഗൈസ് നമ്മുടെ ഈ എണ്ണ തിളച്ചതിനകത്ത് നമ്മൾ ആ കടുക് ഇടുക. കടുക് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, പിന്നെ കറിവേപ്പില ഇടുക ഗൈസ്.
പിന്നെ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. ശേഷം ചേർക്കേണ്ടുള്ള പൊടികൾ മുളക് പൊടി, അങ്ങോട്ട് ഇടേണ്ടുള്ളത് മഞ്ഞൾപ്പൊടി, പിന്നെ ഇടേണ്ടുള്ള കുരുമുളക് പൊടിയാണ് ഗൈസ്. കായപ്പൊടി, എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കുക ഗൈസ്. പിന്നീടായിട്ട് നമ്മൾ ഉപ്പും കൂടി ഇടുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനിടുക ഗൈസ്. എന്നിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്യണം ഗൈസ്. പൊടിയാതെ നോക്കിക്കോണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. സോഫ്റ്റ് ആയിട്ട് മിക്സ് ചെയ്യണം. പാചകം ചെയ്യുന്നതിൻ്റെ ഉമ്മയാണ് ഗൈസ്. അവസാനമായിട്ട് നമ്മൾ ഒഴിക്കേണ്ടുള്ളത് വിനാഗിരിയാണ് ഗൈസ്. ചെറുതായിട്ട് ഇതൊക്കെ ആവും, അതൊന്നും വിഷയമില്ല ഗൈസ്. കണ്ടപ്പോ തന്നെ കൊതിയിരുന്നു ഗൈസ്. സൂപ്പർ സാധനം ഗൈസ്. നമ്മളെ എല്ലാ ഐറ്റംസും കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് 2 ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ റിയൽ ടേസ്റ്റ് വരുന്നത്. നമ്മളെ ഫിഷ് പിക്കിള് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സബ്സ്ക്രൈബേഴ്സും വ്യൂസ് ഒക്കെ കൂട്ടാൻ നോക്കുക ഗൈസ്. ബൈ.